എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ചാനലിൽ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വ്യാഴാഴ്ചയും നിങ്ങൾക്ക് എന്ത് കിട്ടും? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചു പോകാം. നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പഠിച്ചിട്ട് പോകുക. കൂടാതെ നോട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എപ്പോഴാണ്? ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26. എപ്പോഴാണ്? 1950 ജനുവരി 26. ഇതെപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യനാണ്? ഇതൊരു LGS ക്വസ്റ്റ്യനാണ്. 2021 ചോദിച്ച ഒരു LGS ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഇത് 10th പ്രിലിംസ് സ്റ്റേജ് 1 2022 ക്വസ്റ്റ്യനാണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? എപ്പോഴാണ് നടന്നത്? 1946 ഡിസംബർ 9. എപ്പോഴാണ്? 1946 ഡിസംബർ 9. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ആരാണ് അധ്യക്ഷൻ? ഓക്കെ, ആരാണ് അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം ഏതാണ്? സുപ്രീം കോടതിയാണോ? ഏതാണ്? പാർലമെൻറ്റ്. ഏതാണ്? പാർലമെൻറ്റ്. ഓക്കെ, പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഏതാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം? സുപ്രീം കോടതി. ഏതാണ്? സുപ്രീം കോടതി. ഇത് LGS ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ഭാഗത്താണ്? ഏത് ഭാഗത്താണ്? ഭാഗം 3. ഏതാണ്? ഭാഗം 3. ഓക്കെ, ഭാഗം 3. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ്? ഏതാണ് തീയതി? 26 നവംബർ 1949. ഏതാണ്? 26 നവംബർ 1949. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം? ഇന്ത്യ മൗലിക അവകാശം കടം കൊണ്ട രാജ്യം ഏതാണ്? ഏതാണ് കടം കൊണ്ട രാജ്യം? അമേരിക്ക. ഏതാണ്? അമേരിക്ക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? 1946
ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്? ആരാണ്? ക്യാബിനറ്റ് മിഷൻ. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്കിനി നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയതല്ലേ? ഇനി ക്വസ്റ്റ്യൻസിൽ ചോദിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇതിൽ ഞാൻ ഷോർട്ട് നോട്ടാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ടിൽ എഴുതിയെടുക്കാം. ഈ ഷോർട്ട് നോട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാകും. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? ഭരണഘടന നിർമ്മാണ സഭ. ആരാണ്? ഭരണഘടന നിർമ്മാണ സഭ. ഓക്കെ, ആരാണ്? ഭരണഘടന നിർമ്മാണ സഭ. ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ദൗത്യം എന്താണ്? സ്വതന്ത്ര ഭാരതത്തിന് സ്വന്തമായൊരു ഭരണഘടന രൂപീകരിക്കുക. എന്താണ്? സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുക. സ്വന്തമായി ഭരണഘടന രൂപീകരിക്കുക. ഓക്കെ. പിന്നെ എന്താണ്? ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തിയാണ് ആര്? എം.എൻ. റോയ്. ആരാണ്? എം.എൻ. റോയ്. ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? എം.എൻ. റോയ്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? എം.എൻ. റോയ്. ഓക്കെ. അപ്പോൾ ഈ ദ ഇന്ത്യൻ പാട്രിയറ്റ് ആരതാണ്? ആരെ പത്രമാണ് ഇന്ത്യൻ പാട്രിയറ്റ്? അത് എം.എൻ. റോയിയുടെ പത്രമാണ്. ഈ പത്രത്തിലൂടെയാണ് എം.എൻ. റോയ് തൻ്റെ ആശയം മുന്നോട്ട് വെച്ചത്. എങ്ങനെ? ദ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് എം.എൻ. റോയ് തൻ്റെ ആശയം മുന്നോട്ട് വച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് സ്വരാജ് പാർട്ടി. എന്താണ് സ്വരാജ് പാർട്ടി? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി. എന്താണ് സ്വരാജ് പാർട്ടി? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി. ഭരണഘടന നിർമ്മാണ സഭ വേണമെന്ന് ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി. ഇതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? C.R. ദാസ്. ആരാണ്? C.R. ദാസ്, മോത്തിലാൽ നെഹ്റു. ആരൊക്കെയാണ്? C.R. ദാസ്, മോത്തിലാൽ നെഹ്റു. ഓക്കെ. അടുത്തത് ഫൈസ്പൂർ സമ്മേളനം. എന്താണ് ഫൈസ്പൂർ സമ്മേളനം? എന്താണ്? ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനമാണ് എന്ത്? ഫൈസ്പൂർ സമ്മേളനം. എപ്പോഴാണ്? 1937. ഓക്കെ, 1937 ഫൈസ്പൂർ സമ്മേളനം എന്തിനാണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്ത INC സമ്മേളനം. ഓക്കെ, അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? നെഹ്റു. ആരാണ്? നെഹ്റു. ഓക്കെ, അടുത്തതാണ് വേവൽ പ്ലാൻ. എന്താണ് വേവൽ പ്ലാൻ? ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ. എന്താണ്? ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന. എന്താണ്? സ്വന്തം ഭരണഘടന
സ്വന്തം ഭരണഘടന ഓക്കെ തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ്. ഓക്കെ, ഏത് പ്ലാനാണ്? വേവൽ പ്ലാൻ 1495. ഓക്കെ, 1495. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കിതൊന്നും കൂടെ റിവൈസ് ചെയ്താലോ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ പഠിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭ. ആരാണ്? ഭരണഘടന നിർമ്മാണ സഭ. ഈ നിർമ്മാണ സഭയുടെ ദൗത്യം എന്തായിരുന്നു? സ്വതന്ത്ര ഭാരതത്തിന് സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നതായിരുന്നു. ഓക്കെ, ഈ ഭരണഘടന രൂപീകരിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തിയാണ് ആര്? എം.എൻ. റോയ്. ആരാണ്? എം.എൻ. റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം മുന്നോട്ട് വച്ച വ്യക്തിയാണ് എം.എൻ. റോയ്. എം.എൻ. റോയിയുടെ പത്രം ഏതാണ്? ദ ഇന്ത്യൻ പാട്രിയറ്റ്. ഏതാണ്? ദ ഇന്ത്യൻ പാട്രിയറ്റ്. ഓക്കെ, അപ്പോൾ സ്വരാജ് പാർട്ടി എന്താണ്? സ്വരാജ് പാർട്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി. ഓക്കെ, ഇതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? സി.ആർ. ദാസും മോത്തിലാൽ നെഹ്റുവും. ഓക്കെ, ഫൈസ്പൂർ സമ്മേളനം എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ച, ഔദ്യോഗികമായി മുന്നോട്ട് വെച്ച INC സമ്മേളനം. എന്താണ്? INC സമ്മേളനം. അധ്യക്ഷനാരാണ്? നെഹ്റു. എപ്പോഴാണ്? 1937. ഓക്കെ, വേവൽ പ്ലാൻ എന്താണ്? വേവൽ പ്ലാൻ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. ഓക്കെ, 1945. ഓക്കെ, നമുക്കിനി അടുത്തത് സെക്ഷനിലേക്ക് പോകാം. ക്യാബിനറ്റ് മിഷൻ. എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഈ ക്യാബിനറ്റ് മിഷൻ എന്താണ്? ഒരു 3 അംഗ സമിതിയാണ്. ഒരു 3 അംഗ സമിതിയാണ്. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് എപ്പോഴാണ്? 1946 മാർച്ച് 24. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ പ്ലാൻ പ്രസിദ്ധപ്പെടുത്തിയതോ 1946 മെയ് 16. എപ്പോഴാണ്? 1946 മെയ് 16. ഈ 3 അംഗ സംഘത്തിൽ ആരൊക്കെയാണുള്ളത്? പെത്തിക് ലോറൻസ്, അയാൾ എന്തായിരുന്നു? ചെയർമാനായിരുന്നു. പെത്തിക് ലോറൻസ് ചെയർമാനായിരുന്നു. പിന്നെ ആരുള്ളത്? സ്റ്റാഫോർഡ് ക്രിപ്സ്. ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ്. അടുത്തതാരാണ്? A.V. അലക്സാണ്ടർ. ആരാണ്? A.V. അലക്സാണ്ടർ. ഓക്കെ, എന്താണ് ക്യാബിനറ്റ് മിഷൻ? ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിൽ. ഏതാണ്? ക്യാബിനറ്റ് മിഷൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണിത്. നമ്മളിത് 2-3 വട്ടം കണ്ട ക്വസ്റ്റ്യനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ്? എപ്പോഴാണ്? 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6. ഓക്കെ,
ഡിസംബർ 6. ഓക്കെ. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ എത്രയാണ്? 389. എത്രയാണ്? 389. അതിലെന്താണ്? 93 നാട്ടുരാജ്യങ്ങൾ, 93 നാട്ടുരാജ്യങ്ങൾ, 292 തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇങ്ങനെ ടോട്ടൽ 389, 93 പേര് നാട്ടുരാജ്യങ്ങൾ, 292 പേര് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ ഉള്ള വനിതകളുടെ എണ്ണം എത്രയാണ്? 17. എത്ര വനിതകളാണുള്ളത്? 17 വനിതകൾ. ഓക്കെ, 17 വനിതകളുണ്ട്. അതിൽ എത്ര മലയാളി വനിതകളുണ്ട്? 3. എത്ര? 3 മലയാളി വനിതകൾ. ഓക്കെ. ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? ഈ 292 നമ്മുടെ ഈ 389 ആൾക്കാർ എന്ത് ചെയ്തു? കുറഞ്ഞിട്ടുണ്ട്. 389 ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രവിശ്യയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഈ 389 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അടുത്തത്, ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. 3 മലയാളികൾ. ആരൊക്കെയാണ്? ആനി മസ്കറിൻ. ആരാണ്? ആനി മസ്കറിൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ആനി മസ്കറിൻ, ദാക്ഷായണി വേലായുധൻ. 3 മലയാളികളാണുള്ളത്. ഓക്കെ. ആനി മസ്കറിൻ തിരുവിതാംകൂറിൽ നിന്ന്. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധൻ എവിടുന്നാണ്? മദ്രാസ്. എവിടുന്നാണ്? മദ്രാസ്. ഓക്കെ. എന്നാൽ ആകെ മലയാളികൾ എത്രയുണ്ട്? 17 മലയാളികൾ. ആകെ മലയാളികൾ 17 തന്നെ. 3 വനിതകളും 14 പുരുഷന്മാരും. ഇങ്ങനെ 3 വനിതകളും 14 പുരുഷന്മാരും. ഓക്കെ. ഈ 14 പുരുഷന്മാരാരൊക്കെയാണ്? 14 പേരിൽ പ്രധാനപ്പെട്ട മലയാളികൾ തിരുവിതാംകൂറിൽ നിന്ന് പോയവരും കൊച്ചിയിൽ നിന്ന് പോയവരും പിന്നെ എന്താണ്? യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്ന് പോയവരുമാണ്. ഓക്കെ. എവിടുന്നൊക്കെ പോയതാണ്? എവിടുന്നൊക്കെയാണ് പോയത്? 14 പേര്. തിരുവിതാംകൂർ, കൊച്ചി, യുണൈറ്റഡ് പ്രൊവിൻസ്. ഓക്കെ. ഇതാരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? തിരുവിതാംകൂറിൽ നിന്ന് പോയത് ആരൊക്കെയാണ്? പട്ടം നാണുപിള്ള. ആരാണ്? പട്ടം നാണുപിള്ള. എവിടുന്ന് പോയതാണ്? തിരുവിതാംകൂറിൽ നിന്ന്. പട്ടം നാണുപിള്ള. ഓക്കെ അല്ലേ? ആർ ശങ്കർ. ആരാണ്? ആർ ശങ്കർ. പി എസ് നടരാജപിള്ള. ഓക്കെ. ആരൊക്കെയാണ് 3 ആൾ? പട്ടം നാണുപിള്ള, ആർ ശങ്കർ. പിന്നെ ആരാണ്? പി എസ് നടരാജപിള്ള, കെ മുഹമ്മദ്, പി ടി ചാക്കോ. എത്ര ആളാണ്? 5 ആളാണ് തിരുവിതാംകൂറിൽ നിന്ന് പോയത്. ആരൊക്കെയാണ്? പട്ടം നാണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ. ഓക്കെ.
ഇതിന് ഞാനൊരു കോഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഞാനത് പറയാം. നിങ്ങൾക്ക് ഇതിലും നല്ല കോഡ് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറയാം. പട്ടം പറത്തുന്ന നാണുവും ശങ്കരും കൂടി നടരാജനെ കാണാൻ മുഹമ്മദിൻ്റെ കൂടെ ചാക്കോയുടെ പീടികയിലെത്തി. എന്തൊക്കെയാണ്? പട്ടം പറത്തുന്ന നാണുവും ശങ്കറും കൂടി നടരാജനെ കാണാൻ മുഹമ്മദിൻ്റെ കൂടെ ബാക്കി എനിക്കിവിടെ എഴുതാൻ പറ്റുന്നില്ല. മുഹമ്മദിൻ്റെ കൂടെ ചാക്കോയുടെ പീടികയിലെത്തി. ഓക്കെ അല്ലേ? പീടികയിലെത്തി. ആരൊക്കെയാണ്? പട്ടം നാണുപിള്ള, ആർ ശങ്കർ, പി എസ് നടരാജപിള്ള, കെ മുഹമ്മദ്, പി ടി ചാക്കോ. ഓക്കെ, അത് നമ്മൾ എവിടെയാണ് പറഞ്ഞത്? തിരുവിതാംകൂറിൽ. ഇനി കൊച്ചിയിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആരാണ് കൊച്ചിയിൽ നിന്ന് പോയത്? പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ. പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ. ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ആരാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അത് കൊച്ചിയാണ്. കൊച്ചി എവിടെയാണ്? കൊച്ചിയിലാണ് പനമ്പള്ളി നഗർ. കൊച്ചി പനമ്പള്ളി നഗർ. കൊച്ചി പനമ്പള്ളി നഗർ. ഓക്കെ അല്ലേ? ഡോക്ടർ ജോൺ മത്തായി എവിടെ നിന്നാണ് പോയത്? യുണൈറ്റഡ് പ്രൊവിൻസ് എന്ന്. ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ്. ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ്. ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ്. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? പിന്നെ മദ്രാസിൽ നിന്ന് പോയ ആൾക്കാരുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും കേൾക്കുക. കെ മാധവ മേനോൻ, എം കെ മേനോൻ, പി കുഞ്ഞിരാമൻ, ബി പോക്കർ, കെ ടി എ മുഹമ്മദ് ഇബ്രാഹിം, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്, അബ്ദുൾ സത്താർ ഹാജി. എവിടെ നിന്നാണ് പോയത്? മദ്രാസിൽ നിന്ന് പോയതാണ്. ഓക്കെ, ഇനി ഭരണഘടനാ നിർമ്മാണ സഭ എന്താണ്? ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ച് നടന്നതാണ് ഭരണഘടനാ നിർമ്മാണ സഭ. അതാണ് ഇപ്പോൾ എന്താണ് പാർലമെൻറ്റിലെ സെൻട്രൽ ഹാൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണ്? പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇങ്ങനെ 1946 ഡിസംബർ 9 പ്രഥമ സമ്മേളനം നടന്നത്. ഓക്കെ, അതിലുള്ള പ്രതിനിധികൾ എത്ര ആൾക്കാരാണ്? 207. എത്ര? 207. ഇതിൽ എത്ര വനിതകളുണ്ട്? 9 വനിതകൾ. ഓക്കെ, 9 വനിതകൾ. ഇനി ഡിസംബർ 9 തന്നെയാണ് പ്രഥമ സമ്മേളന താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെ നിയമിച്ചത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ. ആരെയാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ. അതേപോലെ 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. എപ്പോഴും താൽക്കാലിക അധ്യക്ഷൻ പോരല്ലോ, അപ്പോൾ ഒരു സ്ഥിര അധ്യക്ഷൻ വേണം. അങ്ങനെ തിരഞ്ഞെടുത്തതാണ് 1946 ഡിസംബർ 11. ഈ ഡേറ്റ് നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. അതേപോലെ 1946 ഡിസംബർ 11. ഓക്കെ, ഇതിൻ്റെ ഉപദേശകൻ ആരാണ്? BN റാവു. ആരാണ്? BN റാവു. ഉപാധ്യക്ഷൻ HC മുഖർജി.
ആരാണ് ഉപാധ്യക്ഷൻ? HC മുഖർജി. ഓക്കെ. എന്നാൽ ഈ മീറ്റിങ്ങിൽ ആദ്യമായി അഭിസംബോധന ചെയ്തതാണ് JB കൃപലാനി. ആരാണ്? JB കൃപലാനി. ആരാണ്? JB കൃപലാനി ആദ്യമായി അഭിസംബോധന ചെയ്തത്. ഓക്കെ. അഭിസംബോധന ചെയ്തതാരാണ്? JB കൃപലാനി. ഇനി ഈ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. ശരിക്കത് 18 ദിവസമായിരുന്നു. പക്ഷെ നമ്മുടെ PSC SCRTയിലൊക്കെ അത് 17 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് PSCയിലും SCRTയിലുള്ള ദിവസമാണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? 17 ദിവസമാണ്. ഓക്കെ. 2 വർഷം 11 മാസം 17 ദിവസം. 165 ദിവസങ്ങളിലായിട്ടാണ് ഇവരെന്ത് ചെയ്ത്? സമ്മേളിച്ചത്. ഓക്കെ, ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. 165 ദിവസങ്ങളിൽ സമ്മേളിച്ചു. അതിൽ 114 ദിവസവും എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ കരട് രൂപ ചർച്ച ചെയ്തു. എന്താണ്? കരട് രൂപ ചർച്ച ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് എപ്പോഴാണ്? 1946 ഡിസംബർ 6-ന്. ഓക്കെ. ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389. അതിൽ 93 നാട്ടുരാജ്യങ്ങളിലും 292 തിരഞ്ഞെടുക്കപ്പെട്ടതും. വനിതകളുടെ എണ്ണം 17. അതിൽ 3 മലയാളി വനിതകൾ. ആരൊക്കെയാണ്? ആനി മസ്കറിൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഓക്കെ, ഇതെവിടെ നിന്നൊക്കെയാണ്? ആനി മസ്കറിൻ തിരുവിതാംകൂറിൽ നിന്ന്, അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധൻ മദ്രാസിൽ നിന്ന്. ഓക്കെ, ഈ 3 വനിതകളും 14 പുരുഷന്മാരും കൂട്ടിയിട്ടാണ് ആകെ 17 മലയാളികൾ ഉണ്ടായിരുന്നത്. ഓക്കെ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9. എപ്പോഴാണ്? 1946 ഡിസംബർ 9. അപ്പോൾ എന്താണ്? 1946 ഡിസംബർ 11 എന്താണ്? ഡിസംബർ 11 എന്താണ്? സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ആരെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ. ഓക്കെ, അപ്പോൾ ഈ ഡിസംബർ 9 തന്നെയാണ് എന്ത്? സച്ചിദാനന്ദ സിൻഹ എന്താവുന്നത്? താൽക്കാലിക അധ്യക്ഷനാവുന്നത്. താൽക്കാലിക അധ്യക്ഷൻ. ഈ ഡേറ്റ് മറന്നു പോകരുത്. താൽക്കാലിക അധ്യക്ഷനായത്. ഓക്കെ. ഇതിൻ്റെ ഉപദേശകൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനാണ് BN റാവു. ഉപാധ്യക്ഷൻ HC മുഖർജി. ആദ്യമായി അഭിസംബോധന ചെയ്ത് JB കൃപലാനി. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയമാണ് 2 വർഷം 11 മാസം 17 ദിവസം. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29-ന്. 1947 ഓഗസ്റ്റ് 29-ന് എന്താണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നു. ഓക്കെ. എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29-ന്. ആരധ്യക്ഷനായിട്ടാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നു. എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29. ഓക്കെ. അതിനിടയിൽ ഒരു കാര്യം പറയാനുള്ളത്, 1946 ഈ ഭരണഘടന നിർമ്മാണ സഭയുടെ ഇടയിൽ 1946 ഡിസംബർ 13-ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ഓക്കെ, അവതരിപ്പിച്ചു.
അതുപോലെ 1947 ജനുവരി 22-ന് അത് ഐക്യകണ്ഠമായി എന്താക്കി, പാസ്സാക്കി. 1947 ജനുവരി 22-ന് അത് നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു, പാസ്സാക്കി. ലക്ഷ്യപ്രമേയം പാസ്സാക്കി. ഓക്കെ, ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് പോകാം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഒരു 7-അംഗ സംഘമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഒരു 7-അംഗ സംഘമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29-ന്. ഓക്കെ, ഈ 7-അംഗ സംഘം ആരൊക്കെയാണ്? ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ പിക്ചർ. ഓക്കെ, ഏതൊക്കെ അംഗങ്ങളാണ്? ഒന്ന് BR അംബേദ്കർ. BR അംബേദ്കർ, അയാൾ എന്താണ്? ചെയർമാനാണ്. BR അംബേദ്കർ ചെയർമാൻ. രണ്ടാമത്തെ ആരാണ്? KM മുൻഷി. KM മുൻഷി. മൂന്നാമത് മുഹമ്മദ് സാദുള്ള. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. പിന്നെ ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ. ആരാണ്? N ഗോപാലസ്വാമി അയ്യങ്കാർ. ആറാമത്തെ ആരാണ്? DP ഗെയ്ത്താൻ. ആരാണ്? DP ഗെയ്ത്താൻ. ഏഴാമത്തത് BL മിത്തൽ. ആരാണ്? BL മിത്തൽ. ഈ DP ഗെയ്ത്താനും BL മിത്തലും മാറിയിട്ടാണ് അവർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ നിന്ന് പോയതിനു ശേഷം TT കൃഷ്ണമാചാരിയും N മാധവറാവും വന്നു. DP ഗെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയും BL മിത്തലിന് പകരം N മാധവറാവും വന്നു. ഓക്കെ അല്ലേ? ഇനി 1949 നവംബർ 26 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞത് 1947 ജനുവരി 22-ന് ലക്ഷ്യപ്രമേയമാണ് എന്തായത്, പാസ്സാക്കിയത്. ഓക്കെ, ഇതിപ്പോൾ എന്താണ്? 1949 നവംബർ 26-ന് എന്തായി? ഭരണഘടന നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ചു. ഭരണഘടനയെ അംഗീകരിച്ചു. ഓക്കെ, ഈ നവംബർ 26 ഭരണഘടനാ ദിനം. എന്താണ്? നവംബർ 26 ഭരണഘടനാ ദിനം. ഓക്കെ, ഈ 284 പേരാണ് ഭരണഘടന സഭാംഗങ്ങളായിട്ട് ഒപ്പുവെച്ചത്. 284 പേരാണ് ഒപ്പുവെച്ചത്, ഭരണഘടനയിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഓക്കെ, 1950 ജനുവരി 26-ന് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. ഭരണഘടനാ നിർമ്മാണ സഭ ഇല്ലാതായി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണ്. എന്താണ്? ഒരു ലിഖിത ഭരണഘടനയാണ്. ഓക്കെ, ഒരു ലിഖിത ഭരണഘടന. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയിൽ. അതേപോലെ എന്താണ്? ഏറ്റവും ചെറിയ ലിഖിത ഭരണമുള്ളത് എവിടെയാണ്? അമേരിക്ക. എവിടെയാണ്? അമേരിക്ക. എന്നാൽ അലിഖിത ഭരണഘടനയുള്ളതോ? ബ്രിട്ടൻ. ഓക്കെ, ഇനി കവർ പേജ് അല്ലെങ്കിൽ ലേഔട്ട് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസ്. ആരാണ്? നന്ദലാൽ ബോസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഭരണഘടനയിൽ 22 കമ്മിറ്റികൾ നിലവിൽ വന്നു. ഓക്കെ, ഒരു 22 കമ്മിറ്റികൾ നിലവിൽ വന്നു. അത് മേജർ കമ്മിറ്റിയും ഉണ്ട്, മൈനർ കമ്മിറ്റിയും ഉണ്ട്. ഓക്കെ, മേജർ കമ്മിറ്റി ഉണ്ട്, മൈനർ കമ്മിറ്റി ഉണ്ട്.
ഓക്കെ, നമ്മളിപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി പഠിച്ചു. അതിൻ്റെ ചെയർമാൻ ആരാണ്? BR അംബേദ്കർ. അതൊരു 7 അംഗ സംഘമാണ്. ഓക്കെ, അടുത്ത എന്താണ്? സ്റ്റിയറിംഗ് കമ്മിറ്റി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത എന്താണ്? റൂൾസ് ഓഫ് പ്രൊസീജിയർ. റൂൾസ് ഓഫ് പ്രൊസീജിയർ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത എന്താണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റി. എന്താണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. അടുത്ത യൂണിയൻ പവർ കമ്മിറ്റി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതും ആരാണ് ചെയർമാൻ? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്ത ഏതാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അതേപോലെ എന്താണ്? മൗലികാവകാശ കമ്മിറ്റിയും സർദാർ വല്ലഭായ് പട്ടേലാണ്. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഈ 8 കമ്മിറ്റി മേജർ കമ്മിറ്റിയാണ്. എന്താണ്? മേജർ കമ്മിറ്റിയാണ്. എന്തൊക്കെയാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലികാവകാശ കമ്മിറ്റി. ഏതൊക്കെയാണ് കമ്മിറ്റികൾ? ഒന്ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, രണ്ടാമത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ, സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലികാവകാശ കമ്മിറ്റി. മൗലികാവകാശ കമ്മിറ്റി ആരാണ്? ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷനും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അതേപോലെ എന്താണ്? സ്റ്റേറ്റ്സ് കമ്മിറ്റി, യൂണിയൻ പവർ കമ്മിറ്റി, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, നമുക്കിനി മൈനർ കമ്മിറ്റിയിലേക്ക് പോകാം. ഏതാണ് മൈനർ കമ്മിറ്റി? അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആരാണ്? അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. രണ്ടാമത്തെ എന്താണ്? ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി. അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ചെയർമാൻ. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന കരട് പരിശോധിക്കാനുള്ള പ്രത്യേക കമ്മിറ്റി ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് എന്താണ്? ക്രെഡൻഷ്യൽ കമ്മിറ്റി. ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അഞ്ചാമത്തെ ആരാണ്? ഹൗസ് കമ്മിറ്റി. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ആരാണ്? KM മുൻഷി. ആരാണ്? KM മുൻഷി. അടുത്ത എന്താണ്? മൈനോറിറ്റി സബ് കമ്മിറ്റി. HC മുഖർജി. ആരാണ്? HC മുഖർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ആരാണ്? JB കൃപലാനി. ആരാണ്? JB കൃപലാനി. ഒൻപതാമത്തെ എന്താണ്? കമ്മിറ്റി ഓൺ ദി ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ആരാണ്? GV മാവ്ലങ്കർ. ആരാണ്? GV മാവ്ലങ്കർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത തിങ്കളാഴ്ച കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു ഭാഗമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.